പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്തായിരുന്നു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ദാരുണ സംഭവം അരങ്ങേറിയത്. അതിരാവിലെ തന്നെ പതിവ് പോലെ ടാപ്പിംഗ് തൊഴിലാളിയായ മാണി കണ്ണക്കുറിശ്ശിയിലെ ഗോപാലകൃഷ്ണന്റെ വീട്ടിലേക്കെത്തി. രാവിലെ എത്തുമ്പോൾ വീട്ടുടമസ്ഥ തങ്കമണിയെടുത്തി ഒരു ചായ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ അന്നേ ദിവസം വീട്ടിൽ ആരെയും കണ്ടില്ല. ആ വീടിന് ചുറ്റും മാണിയൊന്ന് നടന്നു നോക്കിയെങ്കിലും അവിടെയെങ്ങും ആരെയും കണ്ടില്ല. അപ്പോഴാണ് മാണിയുടെ കണ്ണിലേക്ക് ഒരു കാഴ്ച പെട്ടത്. ആ വീടിന്റെ മുകൾ വശത്തെ ചില ഓടുകളൊക്കെ ഇളക്കി വെച്ചിരിക്കുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ എന്തോ ഒരു അസ്വാഭാവികത തോന്നിയ മാണി തൊട്ടടുത്ത പ്രദേശവാസികളെയൊക്കെ വിളിച്ചു വരുത്തി. വീടിനുള്ളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായതോടുകൂടി വീടിന്റെ ഒരു ജനൽപാളി കൈക്കോട്ട് ഉപയോഗിച്ച് ഇളക്കി മാറ്റി നോക്കി. കണ്ടുനിന്നവർക്ക് ഒറ്റ നോട്ടം മാത്രമേ നോക്കാനായുള്ളൂ. അതിഭീകര കാഴ്ചയായിരുന്നു വീടിനുള്ളിൽ കണ്ടത്. മുറിക്കുള്ളിൽ നിലത്ത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന രാജൻ എന്ന ഗോപാലകൃഷ്ണൻ. തൊട്ടടുത്ത് കട്ടിലിലായി തങ്കമണി കിടക്കുന്നു. ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊലിക്കുന്നുമുണ്ട്. നാട്ടുകാരുടൻ തന്നെ വിവരം പോലീസിൽ അറിയിച്ചു. പോലീസ് സംഘവും ഫോറൻസിക് ടീമും ഡോഗ് സ്ക്വാഡും സ്ഥലത്തേക്കെത്തി. ഫോറൻസിക് സംഘത്തിന്റെ വിശദമായ പരിശോധനയിൽ നിന്നും ഗോപാലകൃഷ്ണന്റെ ശരീരത്തിൽ 80-ലധികം വെട്ടേറ്റതായി മനസ്സിലായി. തങ്കമണിയുടെ ശരീരത്തിലാകെ 40-ലധികം വെട്ടേറ്റ പാടുകളും ഉണ്ടായിരുന്നു. മുറി മുഴുവൻ വെള്ളമൊഴിച്ച് കഴുകിയ നിലയിലായിരുന്നു. വീടിനുള്ളിൽ നിന്നും 12 ഫിംഗർ പ്രിന്റുകളാണ് ലഭിച്ചത്. ടാപ്പിംഗ് കത്തി പോലുള്ള മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചാണ് ശരീരത്തിൽ പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ആയുധം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി വീടിനകത്തും വീടിന് പുറത്തും വിശദമായ തിരച്ചിൽ നടത്തി. വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ നിന്നും തിരച്ചിലിനൊടുവിൽ ആയുധം കണ്ടെത്തി. കിണറ്റിലുണ്ടായിരുന്നത് ഒരു വെട്ടുകത്തിയും വടിയുമായിരുന്നു. പ്രദേശവാസികളുടെ മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്തി. തൊണ്ടി മുതൽ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടും പോലീസ് അന്വേഷണം എങ്ങും എത്താതെയായി. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തരല്ലാതെ വന്ന ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ഒരു സമരസമിതി രൂപീകരിച്ചു. സമിതിയുടെ ആവശ്യപ്രകാരം കേസ് അന്വേഷണം ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറി. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും എങ്ങും എത്താതെ വന്നതോടുകൂടി സമരസമിതി പ്രക്ഷോഭം ഘടിപ്പിച്ചു. ക്രൈംബ്രാഞ്ചിൽ നിന്നും കേസ് അന്വേഷണം CBIയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരസമിതി കോടതിയെ സമീപിക്കാനിരിക്കുന്ന സമയത്താണ് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുന്നത്. ജിഷ കേസിലടക്കം കഴിവ് തെളിയിച്ചവരെയായിരുന്നു ക്രൈംബ്രാഞ്ച് മേധാവി S. ശ്രീജിത്ത് അന്വേഷണത്തിനായി തിരഞ്ഞെടുത്തത്. അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തു. സംഭവം നടന്ന കണ്ണക്കുറിശ്ശിയിൽ നിന്നും 2 കിലോമീറ്റർ അകലെ ഒരു ഇരുനില വീടെടുത്ത് SI അഷ്റഫ് സംഘവും അന്വേഷണത്തിന്റെ ഭാഗമായി താമസം ആരംഭിച്ചു. കേസ് ഫയൽ പഠിച്ചതിന് പിന്നാലെ 2 ലക്ഷത്തിലധികം ആളുകളുടെ ഫോൺ കോളുകൾ സംഘം പരിശോധിച്ചു. 2000 പേരുടെ മൊഴിയെടുത്തു. പ്രദേശവാസികളെ രഹസ്യമായി വീക്ഷിക്കാനും തുടങ്ങി. സംഭവം നടന്ന വീട്ടിലെ ഓട് പൊളിച്ച് ഡൈനിങ് ടേബിളിലേക്ക് ഇറങ്ങി മുറിക്കുള്ളിൽ പ്രവേശിച്ച പ്രതിയായിരുന്നു കൃത്യം നടത്തിയത്. അതുകൊണ്ട് തന്നെ വീടുമായി വളരെ അടുപ്പമുള്ള ആളാണ് കൃത്യം നടത്തിയതെന്ന് പോലീസിന് വ്യക്തമായി. രഹസ്യ പോലീസ് സംഘം ഇടവേളകളിൽ ആവർത്തിച്ച് പരിസരവാസികളുടെ മൊഴി എടുത്തുകൊണ്ടേയിരുന്നു. എല്ലാവരും പറഞ്ഞ മൊഴിയിൽ തന്നെ ഉറച്ചു നിന്നപ്പോൾ പരിസരവാസിയായ രാജേന്ദ്രൻ എന്നൊരു വ്യക്തി മാത്രം പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തോ ചില വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് പോലീസ് സംഘത്തിന് മനസ്സിലായി. രാജേന്ദ്രന്റെ ഫോൺ രേഖകൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. ഇതോടൊപ്പം തന്നെ പ്രദേശവാസികളോട് രാജേന്ദ്രനെ കുറിച്ച് രഹസ്യമായി പോലീസ് വിവരങ്ങൾ തിരക്കി തുടങ്ങി. കൊലപാതകം നടന്ന സമയത്ത് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും പ്രദേശവാസികളെ ചോദ്യം ചെയ്ത സമയത്ത് ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നിന്നും 100 മീറ്റർ മാത്രം അകലെ താമസിക്കുന്ന രാജേന്ദ്രനെ കുറിച്ചും പോലീസ് അന്വേഷിച്ചിരുന്നു. എന്നാൽ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം രാജേന്ദ്രൻ ചെന്നൈയിലേക്ക് പോയതായിരുന്നു നാട്ടുകാരുടെയൊക്കെ മൊഴി. കൃത്യം നടക്കുന്ന സമയത്ത് രാജേന്ദ്രൻ സ്ഥലത്തില്ലാതിരുന്നതിനാൽ അയാളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ലോക്കൽ പോലീസ് അന്വേഷിച്ചതുമില്ല. രാജേന്ദ്രന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ എന്തോ ചില പൊരുത്തക്കേടുകളൊക്കെ പോലീസിന് തോന്നി. കൃത്യം നടക്കുന്നതിന്റെ തലേ ദിവസം മുതൽ സ്വിച്ച് ഓഫ് ആയ രാജേന്ദ്രന്റെ മൊബൈൽ ഫോൺ 36 മണിക്കൂറിന് ശേഷം ചെന്നൈയിലെ ഒരു ലോഡ്ജിലാണ് ഓൺ ആയതായി കണ്ടെത്തിയിരിക്കുന്നത്. പ്രദേശത്തെ വീടുകൾ കേന്ദ്രീകരിച്ച് രാജേന്ദ്രനെ കുറിച്ച് പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനിടയിലാണ് കൊല്ലപ്പെട്ട ഗോപാലകൃഷ്ണന്റെ അയൽവാസിയായ ഒരു സ്ത്രീ ചില നിർണായക വിവരങ്ങൾ പോലീസിന് കൈമാറുന്നത്. സംഭവം നടക്കുന്ന കാലയളവിൽ രാജേന്ദ്രൻ ഒരു വാടക വീട്ടിലായിരുന്നു താമസം. കൊലപാതകം നടക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം ചെന്നൈയിലേക്കെന്ന് പറഞ്ഞ് വാടക വീട്ടിൽ നിന്നും ഉടമയെ താക്കോലേൽപ്പിച്ച ശേഷം രാജേന്ദ്രൻ ഇറങ്ങി. താൻ ചെന്നൈയിലേക്ക് പോവുകയാണെന്ന് രാജേന്ദ്രൻ വീട്ടുടമയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ ബൈക്കിൽ അയാളെ തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ എത്തിക്കുകയും ചെയ്തു. ഈ സമയത്താണ് പാലക്കാട്ടേക്കുള്ള പ്രൈവറ്റ് ബസ് അതുവഴി കടന്നു വന്നത്. ജംഗ്ഷനിലുണ്ടായിരുന്ന പ്രദേശവാസിയായ ശോഭ എന്ന സ്ത്രീ പാലക്കാട്ടേക്കുള്ള ബസ്സിൽ കയറുന്നത് കണ്ട് രാജേന്ദ്രനും പിന്നാലെ കയറി. അയൽവാസിയായതിനാൽ തന്നെ രാജേന്ദ്രനെ ശോഭയ്ക്ക് പരിചയമുണ്ട്. ശോഭയ്ക്കൊപ്പം ബസ്സിൽ കയറിയ രാജേന്ദ്രൻ താൻ ചെന്നൈയിലേക്ക് പോവുകയാണെന്നും ശോഭയുടെ ബസ് ടിക്കറ്റ് കൂടി എടുത്തു നൽകാമെന്നും ശോഭയോട് പറഞ്ഞു. എന്നാൽ തന്റെ ടിക്കറ്റ് താൻ നേരത്തെ തന്നെ എടുത്തു എന്ന് ശോഭ അറിയിച്ചു. ഏകദേശം ഉച്ചയോടുകൂടി ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ രാജേന്ദ്രൻ ശോഭയോട് യാത്ര പറഞ്ഞ് ബസ്സിൽ നിന്നിറങ്ങി റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് നടന്നു. രാജേന്ദ്രൻ പോകുന്നത് ശോഭ കണ്ടിരുന്നു.
എന്നാൽ 2:30-ക്കുള്ള ട്രെയിനിൽ രാജേന്ദ്രൻ അന്ന് ചെന്നൈയിലേക്ക് പോയിരുന്നില്ല. ഉച്ചതിരിഞ്ഞ് 2:08-ന് ഫോൺ ഓഫ് ആകുമ്പോൾ ടവർ ലൊക്കേഷൻ 4 കിലോമീറ്റർ ഇപ്പുറത്തുള്ള പാലക്കാട് നഗരത്തിലായിരുന്നു. പിന്നീട് ഫോൺ ഓണാകുന്നത് 36 മണിക്കൂറിന് ശേഷം ചെന്നൈയിലെ ലോഡ്ജിലും. പരിസരവാസികളുടെ കോൾ ഡേറ്റകൾ പരിശോധിക്കുന്നതിനിടയിൽ തികച്ചും യാദൃശ്ചികമായിരുന്നു രാജേന്ദ്രന്റെ കോൾ ഡേറ്റയും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഫോൺ ഓഫായിരുന്ന 36 മണിക്കൂറുകൾ അയാൾ എന്ത് ചെയ്യുകയായിരുന്നു, എവിടെയായിരുന്നു എന്നൊന്ന് അന്വേഷിക്കാൻ പോലീസ് സംഘം തീരുമാനിച്ചു. രാജേന്ദ്രന് മേൽ പോലീസിന് സംശയം തോന്നാൻ മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു. കൊല്ലപ്പെട്ട ദമ്പതിമാരുടെ മക്കളുടെ മൊഴിയെടുത്ത സമയത്ത് പോലീസിന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും കൊലപാതകം നടക്കുന്ന സമയത്ത് വിദേശത്തായിരുന്ന ആ മക്കൾ കൊലപാതകത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി തങ്ങളുടെ അയൽവാസിയും വളരെ അടുത്ത സുഹൃത്തുമായ രാജേന്ദ്രനുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ വളരെ മോശം സമീപനമായിരുന്നു അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തനിക്ക് കൊലപാതകത്തെക്കുറിച്ചൊന്നും അന്വേഷിച്ചു നടക്കാൻ സമയമില്ല എന്ന അയാളുടെ മറുപടി മക്കളിൽ തീർത്തും അമ്പരപ്പുളവാക്കിയിരുന്നു. എന്നാൽ ഇത്തരം സംശയങ്ങളുടെ പേരിൽ അയാൾ കുറ്റവാളിയാണോ എന്ന് തീർത്ത് തീരുമാനിക്കാൻ പോലീസിന് കഴിയുമായിരുന്നില്ല. രാജേന്ദ്രനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ച പോലീസ് സംഘം നോട്ടീസ് നൽകി അയാളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ചോദ്യം ചെയ്യലിൽ കൊല നടക്കുന്ന സമയത്ത് താൻ ചെന്നൈയിലായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പിച്ചു തന്നെ അയാൾ പോലീസിനോട് പറഞ്ഞു. ഇതിനിടയിൽ രാജേന്ദ്രന്റെ ഫിംഗർ പ്രിന്റുകളും അയാൾ അറിയാതെ തന്നെ പോലീസ് സംഘം ശേഖരിച്ചു. ചോദ്യം ചെയ്യലിൽ പ്രത്യേകിച്ചൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ സംഘം അയാളെ വിട്ടയച്ചു. ശേഷം വിരലടയാളം വിശദമായ പരിശോധനയ്ക്കായി ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്ക് അയച്ചു. രാജേന്ദ്രനെ കുറിച്ച് വിശദമായി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ഒരു സംഘം പോലീസുകാർ ചെന്നൈയിലേക്കും പുറപ്പെട്ടു. ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ നിന്നും പോലീസിന് ഒരു കോൾ എത്തിയത്. പ്രതി രാജേന്ദ്രൻ തന്നെ എന്ന് ഉറപ്പിച്ചിരുന്ന പോലീസിനെ തീർത്തും ഞെട്ടിക്കുന്ന ചില വിവരങ്ങളായിരുന്നു ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ നിന്ന് ലഭിച്ചത്. രാജേന്ദ്രന്റെ വിരലടയാളവും കൊലപാതകം നടന്ന സമയത്ത് വീടിനുള്ളിൽ നിന്നും കണ്ടെത്തിയ 12 വിരലടയാളങ്ങളുമായി മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടമായി. രാജേന്ദ്രൻ അല്ലെങ്കിൽ പിന്നെ കൃത്യം നടത്തിയത് ആര് എന്ന ചോദ്യം ഉയർന്നു. ഈ സമയത്താണ് ചെന്നൈയിലേക്ക് പുറപ്പെട്ട അന്വേഷണ സംഘത്തിന് ചില നിർണായക വിവരങ്ങളൊക്കെ ലഭിക്കുന്നത്. ചെന്നൈയിൽ നിന്നും ഞെട്ടിക്കുന്ന 2 സംഭവങ്ങളായിരുന്നു അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ചെന്നൈയിൽ രാജേന്ദ്രൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചായക്കടയ്ക്ക് സമീപത്ത് ദമ്പതികൾ തലക്കടിയേറ്റ് മരിച്ചിരുന്നു. അന്നും രാജേന്ദ്രനെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും ഒരു തെളിവും ലഭിക്കാത്ത സാഹചര്യത്തിൽ അയാളെ വിട്ടയക്കുകയും ചെന്നൈ പോലീസിന്റെ തുടരന്വേഷണത്തിൽ പ്രതികളെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ കേസ് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. രണ്ടാമത്തെ സംഭവം രാജേന്ദ്രനും വ്യാപാര പങ്കാളിയുമായി തർക്കങ്ങൾ ഉണ്ടാവുകയും ഒടുവിൽ രാജേന്ദ്രൻ അയാളുടെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ആ സംഭവം ഒത്തുതീർപ്പായി. ഗോപാലകൃഷ്ണന്റെയും തങ്കമണിയുടെയും കൊലപാതകത്തിന് മുൻപ് കണ്ണക്കുറിശ്ശിയിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നറിയുന്നതിനായി പോലീസ് സംഘം പഴയ കേസ് ഫയലുകൾ പരിശോധിച്ചു. പ്രദേശത്തെ വീടുകൾ കയറിയിറങ്ങി വീണ്ടും ആളുകളുടെ മൊഴിയെടുത്തു. അപ്പോഴാണ് പ്രദേശവാസികൾ 10 വർഷം മുൻപ് നടന്ന സമാനമായ ഒരു സംഭവം അന്വേഷണ സംഘത്തിന് മുൻപിൽ വെളിപ്പെടുത്തിയത്. കൊല്ലപ്പെട്ട ഗോപാലകൃഷ്ണന്റെയും രാജേന്ദ്രന്റെയും ഒക്കെ വീടിരിക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 200 മീറ്റർ അകലെ കോമളം എന്ന സ്ത്രീയും കുടുംബവും താമസിച്ചിരുന്നു. അന്നൊരു ദിവസം രാത്രി കോമളത്തിന്റെ വീട്ടിൽ നിന്നും ഉറക്കെയുള്ള നിലവിളി ശബ്ദം കേട്ടുകൊണ്ട് നാട്ടുകാരവിടേക്ക് ഓടിയെത്തി. കോമളവും മകൻ രാജേഷും രക്തത്തിൽ കുളിച്ച് നിൽക്കുന്നതായിരുന്നു നാട്ടുകാർ കണ്ടത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തിന്റെ അന്വേഷണത്തിൽ മുറ്റത്തെ വാട്ടർ ടാങ്കിൽ ചാരി വെച്ചിരുന്ന കോണിയെടുത്ത് പുരപ്പുറത്ത് കയറിയ കള്ളൻ ഓടിളക്കി ഹാളിലെ ഡൈനിങ് ടേബിളിലേക്ക് ഇറങ്ങി ഹാളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കോമളത്തിന്റെയും മകൻ രാജേഷിന്റെയും തലയിൽ ശക്തമായി അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി കണ്ടെത്തി. അടിയേറ്റ് തറയിൽ വീണ കോമളത്തിന്റെയും മകൻ രാജേഷിന്റെയും കഴുത്തിൽ കിടന്ന സ്വർണ്ണമാലകൾ കവർന്ന കള്ളൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു. അന്ന് ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലും രാജേന്ദ്രനെയും അമ്മയെയും ചോദ്യം ചെയ്തെങ്കിലും പ്രത്യേകിച്ച് അവരിലേക്ക് ചൂണ്ടുന്ന തെളിവുകളൊന്നും ലഭിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം ആ കേസ് തെളിവില്ലാത്തതിന്റെ പേരിൽ എങ്ങുമെത്താതെ ക്ലോസ് ചെയ്യുകയും ചെയ്തു. അന്നത്തെ കേസുമായി ഇപ്പോഴത്തെ ഗോപാലകൃഷ്ണൻ തങ്കമണി ദമ്പതികളുടെ കൊലപാതകത്തിന് ബന്ധമുണ്ടെന്ന് നാട്ടുകാരിൽ പലരും ആരോപിച്ചു. രാജേന്ദ്രനിലേക്ക് വിരൽ ചൂണ്ടുന്ന 3 സംഭവങ്ങളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുൻപിലുള്ളത്. എന്നാൽ ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ഒരു ഫിംഗർ പ്രിന്റ് പോലും രാജേന്ദ്രന്റേതുമായി മാച്ച് ചെയ്യാത്തതാണ് പോലീസിനേറെ വെല്ലുവിളി ഉയർത്തിയത്. ഈ സമയത്താണ് രാജേന്ദ്രൻ ജോലി ചെയ്തിരുന്ന ചെന്നൈയിലെ ചായക്കട കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കടയിലെ മറ്റ് തൊഴിലാളികളുടെ മൊഴികൾ പോലീസ് വിശദമായി പരിശോധിച്ചത്. ഒരു നിർണായക മൊഴി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കടയിൽ ചായ എടുക്കുന്ന സമയത്ത് രാജേന്ദ്രന്റെ കയ്യിൽ ചൂടുവെള്ളം വീണിരുന്നു എന്ന് ഒരു തൊഴിലാളി പറഞ്ഞത് നിർണായക വഴിത്തിരിവായി മാറി. ചായക്കടയിൽ ജോലി ചെയ്യുന്നവരുടെ കയ്യിലേക്ക് ചൂടുവെള്ളവും ചായയും ഒക്കെ വീഴുന്നത് സർവ്വസാധാരണമാണ്. അത്തരത്തിൽ ചൂടുവെള്ളം വീണ് കൈ പൊള്ളിയിരുന്ന ഒരു സമയത്തായിരുന്നു കേസന്വേഷണത്തിന്റെ ഭാഗമായി രാജേന്ദ്രനെ സംശയിച്ച പോലീസ് മൊഴിയെടുക്കുന്നതിനായി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതും ഫിംഗർ പ്രിന്റ് ശേഖരിച്ചതും. കൈ പൊള്ളിയിരുന്നതിനാൽ തന്നെ അയാളുടെ അന്നത്തെ വിരലടയാളം ക്രൈം സീനിൽ നിന്ന് പോലീസിന് ലഭിച്ച 12 വിരലടയാളങ്ങളുമായി മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതോടെ രാജേന്ദ്രനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയനാക്കാൻ
ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചു. ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ രാജേന്ദ്രൻ പലതും പറഞ്ഞു തുടങ്ങി. കൊല്ലപ്പെട്ട ഗോപാലകൃഷ്ണനും കുടുംബവുമായി വളരെ അടുത്ത പരിചയമായിരുന്നു രാജേന്ദ്രൻ ഉണ്ടായിരുന്നത്. അവരുടെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. ഗോപാലകൃഷ്ണനും ഭാര്യ തങ്കമണിയും നാട്ടിൽ കിട്ടാവുന്ന ജോലികളൊക്കെ ചെയ്ത് വളരെ കഷ്ടപ്പെട്ടായിരുന്നു മക്കളെ പഠിപ്പിച്ച് വളർത്തി ഒരു നിലയിലെത്തിച്ചത്. മിടുക്കരായ 2 മക്കളും IT മേഖലയിൽ ജോലിയും നേടി. മകൻ അമേരിക്കയിലേക്ക് പോയതോടെ കടമ്പഴിപ്പുറം രജിസ്റ്റർ ഓഫീസിന് സമീപം 20 സെന്റ് സ്ഥലം വാങ്ങി മാറാനുള്ള തീരുമാനത്തിലേക്ക് ആ കുടുംബം എത്തിയിരുന്നു. അഡ്വാൻസ് തുകയും നൽകി. ഈ വിവരം ചെന്നൈയിൽ 2 ലക്ഷത്തോളം രൂപ കടമുണ്ടായിരുന്ന രാജേന്ദ്രന്റെ ചെവിയിലുമെത്തി. ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ കയറി ഒരു മോഷണം നടത്തിയാൽ തന്റെ കടങ്ങളെല്ലാം തീരുമെന്ന് ഉറപ്പിച്ച രാജേന്ദ്രൻ അതിനുവേണ്ടി വ്യക്തമായൊരു പ്ലാൻ തന്നെ തയ്യാറാക്കി. കൊലപാതകം നടത്താൻ ഒരു ദിവസം തിരഞ്ഞെടുത്തു. കൊല നടക്കുന്ന ദിവസം താൻ നാട്ടിലില്ല, ചെന്നൈയിലാണെന്ന് വരുത്തി തീർക്കുന്നതിന് ബോധപൂർവം പല തെളിവുകളും അയാൾ സൃഷ്ടിച്ചു. അതിന്റെ ആദ്യപടിയായി വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥനെ കണ്ടെത്തി അയാളുടെ കയ്യിൽ താക്കോലേൽപ്പിക്കുകയും അയാളുടെ ബൈക്കിൽ കയറി തൊട്ടടുത്ത ജംഗ്ഷനിൽ ഇറങ്ങുകയും ചെയ്തു. വഴിയിൽ കണ്ടവരോടൊക്കെ താൻ ചെന്നൈയിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞു. തുടർന്ന് പാലക്കാട്ടേക്കുള്ള ബസ്സിൽ കയറുകയും അയൽവാസിയായ ശോഭ എന്ന സ്ത്രീയോട് ചെന്നൈയിൽ പോവുകയാണെന്ന് പറയുകയും പതിവില്ലാതെ അവർക്ക് ബസ് ടിക്കറ്റ് എടുത്ത് നൽകാമെന്ന് പറയുകയും ചെയ്തു. ബസ്സിലുണ്ടായിരുന്ന പല പരിചയക്കാരോടും ചെന്നൈക്ക് പോകുന്ന കാര്യം പറഞ്ഞു. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ രാജേന്ദ്രൻ സ്റ്റേഷനുള്ളിലേക്ക് കയറിപ്പോകുന്നതും അന്ന് പലരും കണ്ടിരുന്നു. 2 മണിക്ക് ശേഷം മൊബൈൽ ഫോൺ ഓഫാക്കി വെച്ചു. 2:30യോടുകൂടി ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനിൽ അന്ന് രാജേന്ദ്രൻ കയറിയില്ല. പകൽ സമയം മുഴുവൻ നഗരത്തിൽ ചുറ്റിയടിച്ച ശേഷം രാത്രിയോടുകൂടി രാജേന്ദ്രൻ കണ്ണക്കുറിശ്ശിയിൽ തിരിച്ചെത്തി. നല്ല നിലാവുള്ള ആ രാത്രിയിൽ റബ്ബർ തോട്ടങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഗോപാലകൃഷ്ണന്റെ വീട് ലക്ഷ്യം വെച്ച് നടന്നു. ഗോപാലകൃഷ്ണനും ഭാര്യയും നല്ല ഉറക്കത്തിലായിരുന്നു. പ്രദേശമൊക്കെ ഒന്ന് നിരീക്ഷിച്ച ശേഷം ഊടുപൊളിച്ച് അകത്ത് കടന്ന് കൊലപാതകം നടത്തി. തങ്കമണിയുടെ കഴുത്തിലുണ്ടായിരുന്ന 6.5 പവൻ സ്വർണവും അവിടെയുണ്ടായിരുന്ന പണവും കവർന്ന് തിരിച്ച് ചെന്നൈയിലേക്ക് കടന്നു. പിറ്റേ ദിവസം നാട്ടുകാർ പറഞ്ഞ് കൊലപാതക വിവരം രാജേന്ദ്രനും അറിഞ്ഞിരുന്നു. എന്നാൽ ഈ സംഭവം അറിഞ്ഞിട്ടും അയാൾ തിരികെ നാട്ടിലേക്ക് എത്തിയില്ല. കേസ് അന്വേഷണത്തിനിടയിൽ ലോക്കൽ പോലീസ് രാജേന്ദ്രനെ സംശയിച്ചതുമില്ല. കാരണം സംഭവം നടക്കുന്ന സമയത്ത് രാജേന്ദ്രൻ നാട്ടുകാരുടെ മൊഴി അനുസരിച്ച് ചെന്നൈയിലാണെന്നാണല്ലോ ധാരണ. ദൃശ്യം 1 സിനിമയുടെ മാതൃകയിലായിരുന്നു പ്രതി രാജേന്ദ്രൻ കൊലപാതകം നടത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. രാജേന്ദ്രന്റെ വിരലടയാളം വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ ക്രൈം സീനിൽ നിന്ന് ലഭിച്ച 6 ഫിംഗർ പ്രിന്റുകളുമായി അത് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തി. രാജേന്ദ്രനെ തെളിവെടുപ്പിനായി കണ്ണക്കുറിശ്ശിയിലെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യമറിഞ്ഞ് നാട്ടുകാരെല്ലാം അങ്ങോട്ടേക്കെത്തി. കാരണം അവർക്കാർക്കും രാജേന്ദ്രൻ ഇങ്ങനെ ഒരു കൃത്യം ചെയ്യുമെന്ന് വിശ്വസിക്കാനേ കഴിയുമായിരുന്നില്ല. ഓടിളക്കി അത്രയും ചെറിയ വിടവിലൂടെ അകത്തേക്കിറങ്ങാൻ രാജേന്ദ്രനെ പോലെ വണ്ണമുള്ള ശരീരമുള്ള ഒരാൾക്ക് കഴിയുമോ എന്നായിരുന്നു പലരുടെയും സംശയം. കൃത്യം നടത്തുന്നതിനായി രാജേന്ദ്രനൊപ്പം ഒരു കൂട്ടാളി കൂടി ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഇപ്പോഴും മാന്യതയുടെ മുഖംമൂടി ധരിച്ച് നമുക്കിടയിൽ തന്നെ ഉണ്ടാകില്ലേ? ലോക്കൽ പോലീസിന്റെ അന്വേഷണം എങ്ങും എത്താതെ വന്ന സാഹചര്യത്തിൽ തുടരന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം ദൃശ്യം 2ന്റെ മോഡലിൽ പ്രദേശത്ത് തന്നെ രഹസ്യമായി ഒരു വീടെടുത്ത് 1.5 വർഷത്തോളം താമസിച്ച് രഹസ്യമായി പ്രദേശവാസികളെ നിരീക്ഷണത്തിലാക്കിയായിരുന്നു രാജേന്ദ്രനിലേക്ക് എത്തിയത്.